സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ എം മണി MLA രംഗത്ത് വന്നു. ഇടുക്കിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മണിയാശാന്റെ വിമർശനം. ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാതെ സൂത്രത്തിൽ കാര്യം നടത്താമെന്ന് ഒരു സർക്കാരും കരുതേണ്ടെന്നാണ് മണിയാശാന്റെ വെല്ലുവിളി. CPM സംഘടിപ്പിച്ച ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചിലാണ് മണിയാശാൻ ഇങ്ങനെ വെല്ലുവിളിച്ചത്. ഉള്ള വനം സംരക്ഷിക്കണം, പുതിയ വനം ഉണ്ടാക്കാൻ നോക്കണ്ട. വനം വകുപ്പിനെ മാത്രമല്ല റവന്യൂ വകുപ്പിനെയും നേരിടേണ്ട സ്ഥിതിയാണ് ഇടുക്കിയിലുള്ളത്. ഇടുക്കി നിവാസികൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരമുണ്ടാകണം. ഇടുക്കിയിലെ ആളുകളെ ഇറക്കിവിടാൻ ദൈവം തമ്പുരാൻ മുഖ്യമന്ത്രി ആയാലും കഴിയില്ല. വനം വകുപ്പ് ഇനിയും പ്രശ്നമുണ്ടാക്കിയാൽ പുറത്തിറങ്ങി നടക്കാൻ വിഷമിക്കും. സംഘടിതമായി സമരം നടത്തേണ്ട സമയമാണ്. സർക്കാർ നമ്മുടേതാണെന്ന് നോക്കണ്ട, അങ്ങനെ നോക്കേണ്ട കാര്യമില്ലെന്നും മണി വ്യക്തമാക്കി. ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ നിർമ്മാണ നിരോധന ഉത്തരവിലും മണി നേരത്തെ പ്രതികരിച്ചിരുന്നു. ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നാണ് മണിയാശാൻ പറയുന്നത്. ജില്ലയിലെ 13 പഞ്ചായത്തുകളിലെ പ്രതിനിധികളോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് കളക്ടർ നിർമ്മാണ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇടുക്കിയിൽ താമസിക്കാൻ കഴിയില്ലെങ്കിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്നും മണിയാശാൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും മണിയാശാന്റെ ഈ വിവാദ പരാമർശം പാർട്ടിയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും ചർച്ചയായി. വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്.